ചന്ദ്രിക ദിനപത്രം വാരാന്ത പതിപ്പ് 2025 ആഗസ്റ്റ് 31 ഞായർ. ഡൽഹിയിൽ മുസ്ലിം ലീഗിൻ്റെ ദേശീയ ആസ്ഥാന മന്ദിരമായി ഖായിദെ മില്ലത്ത് സെൻറ്റർ എന്ന സ്വപ്നം യാഥാർത്ഥ്യമായിരിക്കുകയാണ്. ഖായിദെ മില്ലത്തിനെ ഓർക്കാതെ ഈ സന്തോഷം എങ്ങനെ അനുഭവിക്കാനാണ്? മുസ്ലിം ലീഗിൻ്റെ 77 വർഷക്കാലത്തെ പ്രവർത്തന പാരമ്പര്യം നശീകരണത്തിൻ്റേതല്ല, നിർമ്മാണത്തിൻ്റേതാണ്. നന്മയുടെ രാഷ്ട്രീയമല്ലാതെ മറ്റൊന്നും ആ ആശയം നിർമ്മിച്ചിട്ടില്ല എന്നതിനാൽ ഡൽഹിയിലെ ആസ്ഥാന മന്ദിരം കാലത്തിൻ്റെ അനിവാര്യതയാണ്. ഖായിദെ മില്ലത്ത് സെൻറ്ററിലൂടെ മുസ്ലിം ലീഗ് മുന്നേറ്റങ്ങളുടെ ചരിത്രം രചിക്കുക തന്നെ ചെയ്യും. യുഗപുരുഷൻ്റെ ഓർമ്മകൾ നമ്മെ വഴി നടത്തും. ഷെരീഫ് സാഗർ എഴുതുന്നു. ഓർമ്മകളിൽ നിറയുന്ന യുഗപുരുഷൻ. 1948 നവംബർ 30. ഭരണഘടനാ നിർമ്മാണ സഭ. തീക്ഷ്ണമായ കണ്ണുകളും നീണ്ട ജുബ്ബയും നീളൻ തൊപ്പിയും ധരിച്ച നിശ്ചയദാർഢ്യത്തോടെ ഒരു മനുഷ്യൻ എഴുന്നേറ്റ് നിൽക്കുന്നു. ഖായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ്. അദ്ദേഹം പറഞ്ഞു, സംവരണം, പ്രത്യേകാവകാശങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ തന്നെ അതിനെതിരെ വർഗീയവാദം ആരോപിക്കുന്നു. ജനം അവരുടെ അവകാശങ്ങൾ ചോദിക്കുമ്പോൾ അത് വർഗീയമായി ചിത്രീകരിക്കുന്നത് ശരിയല്ല. ഉദ്യോഗങ്ങളിൽ അവർക്ക് വേണ്ടത്ര പ്രാതിനിധ്യം ലഭിക്കാറില്ല. സാമ്പത്തികമായി പുരോഗതി നേടാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. നിയമസഭകളിൽ പ്രാതിനിധ്യമില്ല. ഇത്തരം ദുരവസ്ഥ നിലനിൽക്കുമ്പോൾ അവർക്കിടയിൽ അസംതൃപ്തി വളരുകയായിരിക്കും ഫലം. അവർ മാനസികമായി തളരുകയും ചെയ്യും. എല്ലാ അംഗങ്ങളും സാഗൂതം ആ പ്രസംഗം ശ്രവിച്ചു. അദ്ദേഹം തുടർന്നു, മുസ്ലിങ്ങളും പിന്നോക്കാവസ്ഥയിലാണ് കഴിയുന്നത്. ക്രൈസ്തവരുടെ കാര്യവും അങ്ങനെ തന്നെ. പട്ടിക വിഭാഗക്കാരെക്കുറിച്ച് പറയുകയും വേണ്ട. ഈ വിഭാഗങ്ങൾക്കെല്ലാം ഉദ്യോഗങ്ങളിൽ മതിയായ പ്രാതിനിധ്യം ഇനിയും ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് യഥാർത്ഥത്തിൽ പിന്നോക്കാവസ്ഥയിൽ കഴിയുന്ന മുസ്ലിം ക്രൈസ്തവ പട്ടികജാതിക്കാർക്ക് എല്ലാ മേഖലയിലും മതിയായ പ്രാതിനിധ്യം ഉറപ്പുവരുത്തും വിധം ഭരണഘടനയിലെ മൗലികാവകാശ വകുപ്പുകളിൽ തന്നെ വിഷയം ഉൾക്കൊള്ളിക്കേണ്ടതാണ്. പിന്നോക്കത്തിൻ്റെ നിർവചനത്തിൽ ഹിന്ദുമതത്തിലെ പിന്നോക്ക വിഭാഗങ്ങളെ മാത്രം ഉൾപ്പെടുത്തി ചർച്ചകൾ പുരോഗമിക്കുമ്പോഴാണ് മുസ്ലിം ക്രൈസ്തവ പിന്നോക്കാവസ്ഥ സംബന്ധിച്ച ഖായിദെ മില്ലത്ത് ഉറക്കെ ശബ്ദിച്ചത്. സംവരണവും പ്രാതിനിധ്യവും ഉറപ്പാക്കാതെ സംതൃപ്തമായ ഒരു ന്യൂനപക്ഷ പരിഹാരം അസാധ്യമാണെന്ന് ഖായിദെ മില്ലത്ത് പറഞ്ഞു. രാജ്യം സ്വതന്ത്രമായി പതിറ്റാണ്ടുകൾ പിന്നിട്ട ശേഷമാണ് മുസ്ലിങ്ങളുടെ വിദ്യാഭ്യാസ സാമൂഹികാവസ്ഥ പഠിക്കാൻ നിയോഗിക്കപ്പെട്ട രജീന്ദ്ര സച്ചാർ ചെയർമാനായ കമ്മിറ്റി ഖായിദെ മില്ലത്തിൻ്റെ ഈ പ്രസംഗം വീണ്ടും പരിചയപ്പെടുത്തുന്നത്. പിന്നോക്കക്കാരുടെ നിർവചനത്തിൽ മുസ്ലിങ്ങളെയും ഉൾപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ട ഖായിദെ മില്ലത്തിൻ്റെ വാദത്തെ സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിൽ പ്രത്യേകം പരാമർശിക്കുന്നു. ജനം സംതൃപ്തരാവണമെങ്കിൽ, അവർക്ക് മാനസികമായി സ്വസ്ഥത ലഭിക്കണമെങ്കിൽ ഉദ്യോഗങ്ങളിലും നിയമസഭകളിലും ആവശ്യമായ പ്രാതിനിധ്യം അനിവാര്യമാണെന്ന് ഖായിദെ മില്ലത്ത് ചൂണ്ടിക്കാട്ടി. പരിഷ്കൃതമായ വിവിധ ലോകരാജ്യങ്ങളിൽ ന്യൂനപക്ഷം അനുഭവിക്കുന്ന സൗകര്യങ്ങൾ എടുത്തു പറഞ്ഞാണ് ഭരണഘടനാ അസംബ്ലിയിൽ ഖായിദെ മില്ലത്ത് അവകാശങ്ങൾക്കായി വാദിച്ചത്. ബി പോക്കർ സാഹിബ്, KTM അഹമ്മദ് ഇബ്രാഹിം തുടങ്ങിയ മുസ്ലിം ലീഗ് അംഗങ്ങളും ഭരണഘടനാ നിർമ്മാണ വേളയിൽ ദീർഘവീക്ഷണത്തോടെ ന്യൂനപക്ഷ പ്രശ്നം പരിഹരിക്കാനുള്ള പോംവഴികൾ നിർദ്ദേശിച്ചു. രാജ്യത്തിൻ്റെ വൈവിധ്യങ്ങൾ നിലനിർത്തുന്നതിനും ഓരോ ജനവിഭാഗത്തെയും അവരുടെ അസ്തിത്വം സംരക്ഷിച്ചുകൊണ്ട് തന്നെ രാഷ്ട്രനിർമ്മാണത്തിൽ പങ്കാളികളാക്കുന്നതിനും അവർ വാദമുഖങ്ങൾ നിരത്തി. ഭരണഘടനാ നിർമ്മാണ സഭയിലെ മുസ്ലിം ലീഗ് അംഗങ്ങളുടെ ആവശ്യങ്ങൾ എത്രമാത്രം പ്രസക്തമായിരുന്നു എന്ന് തെളിയിക്കപ്പെട്ട വർത്തമാന സാഹചര്യത്തിലൂടെയാണ് രാജ്യം ഇപ്പോൾ കടന്നു പോകുന്നത്. സംവരണമില്ലെങ്കിൽ പ്രാതിനിധ്യമുണ്ടാകില്ല എന്നായിരുന്നു മുസ്ലിം ലീഗ് വാദിച്ചത്. ലോക്സഭയിൽ ഒരു മുസ്ലിം MP സഹായം ചോദ്യമില്ലാതെ BJP രാജ്യം ഭരിക്കുന്ന കാലത്ത് ആ വാക്കുകൾ പ്രസക്തമായി. ന്യൂനപക്ഷ, ദളിത്, പിന്നോക്ക വിഭാഗങ്ങളുടെ തനത് വ്യക്തിത്വവും അസ്തിത്വവും സംരക്ഷിക്കാനും അവരുടെ ശബ്ദം രാജ്യത്തിൻ്റെ ശബ്ദമായി മാറാനും മുസ്ലിം ലീഗ് ആഗ്രഹിക്കുകയും അതിനായി പോരാടുകയും ചെയ്തു. ഭരണഘടനാ അസംബ്ലിയിൽ മുസ്ലിം ലീഗ് അംഗങ്ങൾ ഉന്നയിച്ച കാര്യങ്ങളെല്ലാം ഭാവി ഇന്ത്യയെ മുന്നിൽ കണ്ടായിരുന്നു. മുസ്ലിങ്ങളുടെ പ്രാതിനിധ്യവും പിന്നോക്കാവസ്ഥയും പരിഹരിക്കാൻ രാഷ്ട്രീയ ശാക്തീകരണം തന്നെയാണ് പരിഹാരമെന്ന് ഖായിദെ മില്ലത്ത് തിരിച്ചറിഞ്ഞു. ഈ തിരിച്ചറിവാണ് 1948 മാർച്ച് 10 ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് രൂപവത്കരിക്കാൻ പ്രധാനമായും പ്രേരകമായത്. ഭൂരിപക്ഷത്തെ പ്രതിനിധാനം ചെയ്യുന്ന മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടികളിൽ ചേരുന്നതാണ് മുസ്ലിങ്ങൾക്ക് എന്തുകൊണ്ടും അഭികാമ്യമെന്ന വാദം സ്വാതന്ത്ര്യത്തിന് ശേഷം ശക്തമായിരുന്നു. മുസ്ലിം ലീഗിന് വേണ്ടി പോരാടിയ നേതാക്കളിൽ ചിലരും ഈ അഭിപ്രായത്തോടൊപ്പമായിരുന്നു.
മുസ്ലിം ലീഗിൽ നിന്ന് രാജിവെച്ചാലുള്ള താൽക്കാലിക അധികാര സ്ഥാനങ്ങളിലേക്കായിരുന്നു അവരുടെ നോട്ടം. എന്നാൽ ഖായിദ മില്ലത്തും സീതി സാഹിബും ബാഫഖിത്തങ്ങളുമെല്ലാം നോക്കിയത് സമുദായത്തിൻ്റെ ഭാവിയിലേക്കാണ്. വ്യക്തിപരമായ നഷ്ടങ്ങൾ ഏറെ സഹിച്ചാണ് അവർ ഈ സാഹസത്തെ സ്വീകരിച്ചത്. ഭൂരിപക്ഷ പാർട്ടികളിൽ മുസ്ലിങ്ങൾ ചേർന്നാൽ കടലിൽ ശർക്കരയിട്ട അവസ്ഥയാകുമെന്ന് ഖായിദ മില്ലത്ത് പറഞ്ഞു. സമുദായത്തിൻ്റെ ഐഡൻറ്റിറ്റി ഇല്ലാതാകും. ഭൂരിപക്ഷം പറയുന്നത് മാത്രം നിയമമാകും. മുസ്ലിം ലീഗ് ശക്തമല്ലാത്ത സംസ്ഥാനങ്ങളിൽ സമുദായത്തിൻ്റെ ഇപ്പോഴത്തെ സ്ഥിതി പരിശോധിച്ചാൽ ഈ വാക്കുകൾ എത്രത്തോളം ശരിയാണെന്ന് ബോധ്യപ്പെടും. ചോദിക്കാനും പറയാനും ആരുമില്ല. ഭൂരിപക്ഷം നിയമമുണ്ടാക്കുന്നു, അത് നടപ്പാക്കുന്നു. 1948 നവംബർ 23 ഭരണഘടനാ അസംബ്ലിയിൽ ഏകീകൃത സിവിൽ കോഡിനെതിരെ ഖായിദ മില്ലത്ത് ആഞ്ഞടിച്ചു. ഒരു ജനതയുടെ സ്വകാര്യ ജീവിത വ്യവസ്ഥയിൽ കയ്യേറ്റം നടത്തുന്നത് അനുവദിക്കാനാവില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഡിസംബർ 1 നടന്ന ഡിബേറ്റിലും ഖായിദ മില്ലത്ത് ഏകീകൃത സിവിൽ കോഡിനെതിരെ നിലയുറപ്പിച്ചു. സ്വകാര്യ വ്യക്തി നിയമങ്ങൾ മുസ്ലിങ്ങളുടെ മാത്രം പ്രശ്നമല്ലെന്നും രാജ്യത്തെ ഹിന്ദുക്കൾ ഉൾപ്പെടെ ഓരോ പൗരനും അവൻ്റെ അവകാശങ്ങൾ പവിത്രമാണെന്നും അദ്ദേഹം പറഞ്ഞു. ആ പോരാട്ടത്തിൻ്റെ അർത്ഥതലങ്ങളെ അംഗീകരിക്കാൻ പോലും പലരും കൂട്ടാക്കിയില്ല. എങ്കിലും ഏകീകൃത സിവിൽ കോഡ് എന്ന ആശയം മാർഗനിർദ്ദേശക തത്വങ്ങളിലേക്ക് മാറുന്നത് ഈ ഇടപെടലിൻ്റെ ഫലമായിട്ടാണ്. സ്വതന്ത്ര ഇന്ത്യയിൽ അനിവാര്യതയുടെ 77 രാഷ്ട്രീയ വർഷങ്ങളാണ് മുസ്ലിം ലീഗ് പിന്നിടുന്നത്. ഒരു സാമുദായിക രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ നേട്ടങ്ങളുടെ നീണ്ട പട്ടിക തന്നെ മുസ്ലിം ലീഗിന് അവകാശപ്പെടാനുണ്ട്. ഇനി എന്ത് എന്നറിയാതെ പ്രയാസപ്പെട്ട മുസ്ലിം സമുദായത്തിന് സുരക്ഷിതത്വബോധവും ആത്മവിശ്വാസവും പകർന്നു നൽകാൻ സാധിച്ചു എന്നത് തന്നെയാണ് നേട്ടങ്ങളിൽ പ്രധാനം. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പൊട്ടിപ്പുറപ്പെട്ട കലാപ നിലങ്ങളിൽ സാന്ത്വനത്തിൻ്റെ സന്ദേശമെത്തിക്കാൻ മുസ്ലിം ലീഗിന് സാധിച്ചു. ദേശീയ രാഷ്ട്രീയത്തിൽ പാർട്ടി മേൽവിലാസമുണ്ടാക്കി, അവകാശങ്ങൾക്ക് വേണ്ടി വാദിച്ചു. മറ്റാരുടെയും അവകാശങ്ങളിൽ നിന്ന് കടുകുമണി പോലും വേണ്ടെന്ന് CH പറഞ്ഞു. സ്വന്തം അവകാശങ്ങൾ ആർക്കും വിട്ടുതരില്ലെന്നും അവകാശങ്ങൾക്കായി കൊല്ലാനും ചാകാനും പറഞ്ഞില്ല. ജനാധിപത്യ മാർഗങ്ങൾ ഉപയോഗിച്ചു. അന്യവൽക്കരിക്കപ്പെട്ട ജനത അംഗീകരിക്കപ്പെടുന്ന ജനതയായി. ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആകില്ലെന്ന് പ്രവചിച്ചവരെ അമ്പരപ്പിച്ചുകൊണ്ടാണ് സംസ്ഥാന മുഖ്യമന്ത്രി പദവിയും കേന്ദ്ര മന്ത്രി പദവിയും മുസ്ലിം ലീഗിനെ തേടിയെത്തിയത്. 1979 കേരള മുഖ്യമന്ത്രിയായി CH മുഹമ്മദ് കോയ അധികാരമേറ്റതും 2004 കേന്ദ്ര സഹമന്ത്രിയായി E അഹമ്മദ് ചുമതലയേറ്റതും സ്വതന്ത്ര ഇന്ത്യയിൽ മുസ്ലിം ലീഗിന് ലഭിച്ച അംഗീകാരത്തിൻ്റെ സുവർണ മുദ്രകളാണ്. ചരിത്ര പണ്ഡിതൻ ഡോക്ടർ M ഗംഗാധരൻ്റെ നിരീക്ഷണം പ്രസ്താവ്യമാണ്. അദ്ദേഹം എഴുതുന്നു: എണ്ണത്തിലും സമ്പത്തിലും ന്യൂനമായ വിഭാഗങ്ങൾക്ക് അരക്ഷിതബോധമുണ്ടാവുന്ന സാഹചര്യങ്ങൾ സെക്യുലർ രാഷ്ട്രീയത്തിലുണ്ടാവാം. അങ്ങനെ വരുമ്പോൾ അവർ സ്വരക്ഷയ്ക്കും ന്യായമായ അവകാശങ്ങൾ നേടാനും വേണ്ടി രാഷ്ട്രീയമായി സംഘടിക്കുമ്പോഴാണ് ന്യൂനപക്ഷ രാഷ്ട്രീയം രൂപം കൊള്ളുന്നത്. ന്യൂനപക്ഷങ്ങൾക്ക് ആത്മവിശ്വാസവും രാഷ്ട്രനിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഫലപ്രദമായി പങ്കെടുക്കാനുള്ള ഉത്സാഹവും നൽകുന്നിടത്തോളം ഈ രാഷ്ട്രീയം നല്ലതാണ്. രാജ്യത്തിൻ്റെ മതേതരത്വവും പരമാധികാരവും അഖണ്ഡതയും നിലനിർത്താനും വിദ്യാഭ്യാസ സാംസ്കാരിക മേഖലകളിൽ ന്യൂനപക്ഷ ദളിത് പിന്നോക്ക വിഭാഗങ്ങളെ ഉയർത്തിക്കൊണ്ടുവരാനും വേണ്ടിയാണ് മുസ്ലിം ലീഗ് പ്രവർത്തിക്കുന്നത്. തയ്യാറാക്കിയത് ദിഷന അക്കാദമി ഇരുമ്പുഴി. ശബ്ദം KVA അസീസ് ചുങ്കത്തറ.